കുറച്ച് ദിവസമായിട്ട് അച്ഛനമ്മയും വീട്ടിലൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലാണ്. അവരെ വല്ലാണ്ട് അങ്ങ് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് അടുത്തുണ്ടാകുമ്പോൾ നമുക്ക് വാല്യൂ അറിയില്ല, അകന്ന് നിൽക്കുമ്പോഴാണ് വാല്യൂ മനസ്സിലാവാന്നൊക്കെ പറയുന്ന പോലെയാണ്. ഹലോ ഹായ് നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരു മാസത്തേക്കുള്ള പർച്ചേസാണ് കേട്ടോ. ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇവിടെ ആവശ്യം ഇല്ലാത്ത സാധനങ്ങൾ കുറച്ച് മാത്രം ആലോചിച്ചെടുത്ത് കുറച്ച് മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മാവേലി സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി അമ്മ ഉണ്ടെങ്കിലേ മാവേലി സ്റ്റോറിൽ ഞാൻ പോവാറുള്ളൂ. അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശബരീസിൽ നിന്ന് വാങ്ങി. പിന്നെ കുറച്ച് പച്ചക്കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്മേനെ വിളിച്ച് എന്തൊക്കെ വേണമെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റില്ല, കാരണം ഇത്രയും ദിവസം ഞാൻ അടുക്കളയിൽ ഞാനാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ അമ്മയ്ക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ അമ്മയോട് വിളിച്ച് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയാണ് ലീസ്റ്റ് ഇടാറ്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം നമ്മൾ വന്നതിന് ശേഷം നമ്മൾ മാങ്ങയൊക്കെ മുറിച്ച് നല്ല വൃത്തിക്ക് കുനുകുനാ അരിഞ്ഞിട്ട്, ഇതിനേക്കാളും ചെറുതിലാണ് അരിയാറ്, പിന്നെ സമയമില്ലാത്തതുകൊണ്ട് വേഗം അരിഞ്ഞ് അങ്ങ് തീർത്തു. പിന്നെ പച്ചമുളകും കറിവേപ്പിലും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് പിടിക്കാൻ വെച്ചു. അതിനുശേഷം നമുക്ക് മുളക് ഇട്ടുന്ന കേട്ടോ, അച്ചാർ പോലെയല്ല. പിന്നെ മുളക് പൊടി ആവശ്യത്തിനുള്ള നമ്മൾ എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് കടുക് വറുക്കണം. വെളിച്ചെണ്ണ, കടുക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കായം, ഇതെല്ലാം കൂടി കറിവേപ്പിലെല്ലാം കൂടി. പിന്നെ നമുക്ക് കായ്മുളകും കൂടി ഇതിൽ വേണം. ഞാൻ കായ്മുളക് വാങ്ങാൻ വിട്ടുപോയതുകൊണ്ട് ഉണ്ടായിരുന്നില്ല. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവപ്പൊടിയും, പിന്നെ എപ്പോഴും എന്ത് അച്ചാർ ഐറ്റംസ് ആക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കടുക് ഇങ്ങനെ പൊടിച്ചിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ കടുമാങ്ങയിൽ കിട്ടുന്ന പോലെ മാങ്ങയുടെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കി അതിനുശേഷം വേഗം മീനൊക്കെ മുറിച്ച് നമ്മുടെ പൊരിക്കേണ്ട അരപ്പെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ കറി വെക്കാനുള്ള ഒരു ഭാഗം നോക്കി. ഞാൻ എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ ഒരേ സ്റ്റൈലിൽ വെക്കാറില്ല, വ്യത്യസ്തമായ രീതിയിലൊക്കെ വെച്ച് പരീക്ഷണങ്ങളാണ് കേട്ടോ. ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ വെച്ചത് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി വാട്ടിയതിന് ശേഷമാണ് കറി വെച്ചിട്ടുണ്ടായിരുന്നത്. തിളച്ചതിന് ശേഷം എല്ലാ മീനും വാരി വലിച്ചങ്ങിട്ട് പിന്നെ നമ്മുടെ അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ ചോറ് അപ്പോഴേക്കും തിളച്ച കുക്കറിലേക്ക് മാറ്റി വെച്ചു. അവിയൽ എനിക്ക് വീട്ടിൽ നിന്ന് ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം ആക്കിയിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് വേണ്ടി മാത്രം. അപ്പോൾ പിന്നെ നമ്മുടെ കറി ഒന്ന് ഏകദേശം വറ്റി വന്നപ്പോൾ കുറച്ച് ഉലുവപ്പൊടിയും കൂട്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചു. അതിനുശേഷം ആ ഒരു അടുപ്പ് തന്നെ നമുക്ക് പൊരിക്കാനിട്ട് പിന്നെ ഇപ്പുറത്തേക്ക് നമ്മുടെ അവിയലും കൂടെ വെച്ചപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിയലൊന്നും വെക്കാൻ പോലും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. ഇവിടുത്തെ ഒരു അവിയലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ആണെങ്കിൽ തൈര് ഒഴിക്കും. ചിലയിടത്തും അങ്ങനെ തൈര് ഒഴിക്കുന്ന കാണാം. ഇവിടെ അമ്മ അങ്ങനെ തൈര് ഒഴിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പൊരിച്ച മീനും നമ്മുടെ എന്താ പറയുക, നമ്മുടെ മാങ്ങ മുളകിട്ടതും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെല്ല് അവിയലും ഒക്കെ ആക്കിയിട്ട് പപ്പടമൊക്കെ ഞാൻ കാച്ചിയായിരുന്നേ. പിന്നെ മീൻ കറിയും ഒക്കെ ഇട്ടിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി ഏട്ടനയിൽ കൊടുത്തുവിട്ട് ഞാനും മോളും പോയിട്ടുണ്ടായിരുന്നില്ല. മോൾക്ക് വൈറൽ പനിയാണ്, ഏകദേശം എല്ലാവർക്കും വൈറൽ പനി തന്നെയാണ്. കുട്ടികൾക്കെല്ലാം ഇപ്പോൾ അധികം വരുന്നുണ്ട്. അപ്പോൾ ചോറും പൊതിയൊക്കെ ഇട്ട് നമ്മളെ വാട്ടിയിലയിലൊക്കെ പൊതിയിൽ ചോറൊക്കെ ആക്കി. പിന്നെ ഒരു ചെറിയ അച്ചാറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, നാരങ്ങാച്ചാർ മുൻപേ ആക്കിയതായിരുന്നേ. പിന്നെ മോൾക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് എവിടെയും മാറി നിൽക്കാൻ പറ്റില്ല. അവളൊന്ന് ജസ്റ്റ് ഉറങ്ങിയ സമയത്താണ് ഇതെല്ലാം ഒരുക്കിയത്. ഇനി അവളുടെ അടുത്ത് തന്നെ വേണം, ഇല്ലെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും. അതുകൊണ്ട് ആരും വീഡിയോസും കാണാൻ പറ്റുന്നില്ല കേട്ടോ.